നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. PSCയുമായി ബന്ധപ്പെട്ട കോഴ വിവാദം വാർത്താരംഗത്ത് വലിയ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുകയാണ്. കോഴ വിവാദം CPMനെ വെട്ടിലാക്കുന്നുണ്ടോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. കോഴ വിവാദത്തിന് പിന്നിലെ സത്യമെന്ത് എന്ന് പ്രേക്ഷകർക്കും പരിശോധിക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ കൊല്ലത്ത് നിന്ന് ശ്രീ മുരളിയാണ്. ശ്രീ മുരളി, ഈ വിവാദത്തെ എങ്ങനെ നോക്കിക്കാണണം? പാർട്ടിക്കകത്ത് നിന്ന് വന്നു എന്നാണ് പറയുന്നത്, പക്ഷേ ഇതിലിനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഒരു പ്രാദേശിക നേതാവിനെതിരെ നടപടി വന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്, പക്ഷേ അത് സ്ഥിരീകരിക്കാൻ CPM നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വേണമോ കണക്കാക്കാൻ, അതോ ഇത് ഒരു സാധാരണ വിവാദം എന്ന തരത്തിൽ തള്ളിക്കളയേണ്ടതാണോ? സാറേ നമസ്കാരം. ഇടയമുരളിയാണ്. നമസ്കാരം. സാറേ, ഈ കോഴ വിവാദത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ ഈ PSCയുടെ മെമ്പർമാരെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകരെ CPMന്റെ ആൾക്കാർ വെക്കത്തില്ല, മറ്റ് പാർട്ടി മറ്റുള്ളവരെ വെക്കും. അപ്പൊ അവരുടെ ഇന്ന് കാശ് വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ കാശ് വാങ്ങിക്കാനുള്ള സോഴ്സ് അവർ കണ്ടെത്തിക്കൊണ്ടാണ് ഈ PSC മെമ്പർമാരെ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. അത് കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോ ഈ കാശ് വാങ്ങിക്കുന്നതിലൂടെ CPM ഇപ്പോ അവരിൽ തന്നെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ടാണ് ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അപ്പോ അത്രയൊക്കെ കാശ് വാങ്ങിച്ച് കൊടുക്കാൻ മാത്രം ആകർഷണീയമാണോ ഈ PSC അംഗത്വം? 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഈ PSC മെമ്പർമാർക്ക് ഒരുപാട് ആനുകൂല്യം ഉണ്ട്. അവർ കഴിഞ്ഞിട്ട് അവരുടെ സർവീസ് കഴിഞ്ഞ് വരുമ്പോഴും. ശരി. മാത്രവുമല്ല, ഒരു നല്ല ജോലിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് എത്താറായി ഇരിക്കുന്ന ഒരാളെ PSC മെമ്പറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈ പാർട്ടിയുടെ കക്ഷികൾ, CPMന്റെ കക്ഷികൾ കാശ് വാങ്ങിക്കും. കാശ് വാങ്ങിക്കൊണ്ടാണ് ഇവർക്ക് നിയമനം കിട്ടുന്നത് പലപ്പോഴും. അല്ലാതെ നിയമനങ്ങൾ വളരെ വിരളമായിട്ടേ കിട്ടാറുള്ളൂ. പിന്നെ മാത്രമല്ല, ഇത്തരം ഒരു ആരോപണം, അതായത് ഈ CPMനകത്ത് തന്നെ ഒരു വിഭാഗം ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് CPMന്റെ മന്ത്രി തന്നെ മുഹമ്മദ് റിയാസ് തന്നെ അതായത് കോഴിക്കോട് പാർട്ടി ഓഫീസിൽ ഒരു ഫോക്കസ് പ്രവർത്തിക്കുന്നതായിട്ട് കഴിഞ്ഞ മാസം CPMന്റെ ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്ത് കൂടിയപ്പോൾ നമ്മുടെ മന്ത്രി തന്നെ അത് ജില്ലാ കമ്മിറ്റി വെളിപ്പെടുത്തിയതാണ്. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, കേരളത്തിലെ മറ്റുള്ള ഒരു പ്രേക്ഷകനോ പറയുന്നതല്ല. അവരുടെ CPMന്റെ മന്ത്രി തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അപ്പൊ അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ CPMന്റെ ഈ CPM ഈ കാര്യത്തിൽ PSCയുടെ കാര്യത്തിൽ മാത്രമല്ല, പിന്നെ അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. PSCയിലെ അംഗങ്ങളെ നിയമിക്കുമ്പോൾ പാർട്ടിക്കാര് ധാരാളം കാശ് വാങ്ങിക്കുന്നുണ്ട്. അത് ഇപ്പോൾ പാർട്ടിക്കാർ തന്നെ കണ്ടെത്തി അത് വിമർശനത്തിന് വിധേയമാക്കി പാർട്ടിയുടെ മന്ത്രി തന്നെ ജില്ലാ കമ്മിറ്റിയിൽ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നു. അത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. രൂക്ഷമായ ആരോപണമാണ് പൊതുപ്രവർത്തകൻ കൂടിയായ ഇടയം മുരളി ഉന്നയിക്കുന്നത്. ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ, ഈ കോഴിക്കോട് കേന്ദ്രമായ ഒരു മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. അങ്ങനെ മിനി ക്യാബിനറ്റ് ഒക്കെ ഉണ്ടോ നിങ്ങളുടെ ജില്ലയിൽ? നമസ്കാരം. നമ്മള് ഈ പറയുന്നത് ഇതൊക്കെ CPMന് ഇടതുപക്ഷത്തിന് ഇല്ലാതാക്കാനാണ്. കാരണം ഇടതുണ്ടെങ്കിലല്ലേ ഇന്ത്യ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാവില്ല. അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂടെ ശക്തികൾ എടുക്കുന്ന പണിയാണിത്. ഇത് CPM നേതാക്കന്മാർ ഇപ്പോ ഇന്നത് അവ ചാനൽ ചർച്ചയുണ്ടെങ്കിൽ അതിൽ പറയാൻ പോകുന്ന കാര്യമാണിത്. ഏതിലാ സാർ കോഴയില്ലാത്തത്? ഈ 2021 സർക്കാരിൽ ഏത് കാര്യത്തിലാ കോഴയില്ലാത്തത്? കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങി അഴിമതി നടത്തിയ സർക്കാരല്ലേ ഇത്? അപ്പൊ ചേർത്ത് പിടിച്ച ടീച്ചറെ ഞങ്ങൾ വടകര പാർലമെന്റിലേക്ക് അയച്ചില്ലേ ബഹുഭൂരിപക്ഷത്തിന്? ചേർത്ത് പിടിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വിനാശകാലേ വിപരീതമുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പോത്തങ്കോട് നിന്ന് അനിൽ കൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണനെ പലപ്പോഴും ഫോൺ ചെയ്താൽ ഇങ്ങോട്ട് കിട്ടാറില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? എന്റെ പൊന്ന് സാറേ, നമസ്കാരം സാർ. നമസ്കാരം. 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 നമസ്കാരം.
എന്റെ പേര് വരെ മാറ്റി കളഞ്ഞ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. അതെ അല്ലല്ല, അത് ഞാൻ കേട്ടതിലൊരു തെറ്റ് പറ്റിയതാണ്. കാരണം അവിടെ നിന്ന് ഞാൻ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോത്തങ്കോടുകാരനല്ല, ഞാൻ ശാന്തിഗിരിക്കാരനാണ്. അവിടുന്ന് ഒരു ഞാൻ പിന്നെ പോത്തങ്കോട് പറഞ്ഞാലേ വ്യക്തമായിട്ട് എല്ലാരും അറിയപ്പെടൂ. അതുകൊണ്ടാണ് പോത്തങ്കോടെന്ന് വെച്ചത്. ഞാൻ അവിടെ നിന്ന് ശരിക്കും ശാന്തിഗിരി അറിയില്ലേ? ശാന്തിഗിരി അവിടെ നിന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞാൻ മെനങ്ങാന്നൊക്കെ സാറിനെ ഒരുപാട് കിടന്ന് വിളിച്ച്, പിന്നെ ഈ മറ്റേ കൂടോത്രത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് മെനങ്ങാന്ന് വിളിച്ചത്. കിട്ടിയില്ല. പക്ഷേ കിട്ടിയില്ല. ഏതായാലും ഇന്ന് കിട്ടിയതിൽ സന്തോഷം. നമുക്ക് ഇന്ന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ സാറിരിക്കുന്ന കസേരയുടെ അടിയിൽ ഞാൻ കൂടോത്രം ചെയ്ത് വയ്ക്കും. അല്ല ഇപ്പോഴത്തെ വിഷയം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിനേക്കാളും രസം എന്ന് പറഞ്ഞാൽ ഈ കൂടോത്രത്തിനെ കുറിച്ച് നിങ്ങൾ വെച്ച ചർച്ചയിൽ എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് പറ്റിയില്ല. അത് ഭയങ്കര സംഭവമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ അത് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഈ കൂടോത്രം ഉണ്ടായി സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ആരും ഈ ലോകത്ത് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അതായത് എനിക്ക് തന്നെ ചെയ്തത് എനിക്കല്ലെങ്കിലും എന്റെ കുടുംബത്തിനിട്ട് ചെയ്തത്. പക്ഷെ അത് മറികടന്ന് പോയത് ഞാനാണ്. അത് ഞങ്ങളത് വഴി പോകുന്ന വഴിക്ക് ഒരു കോഴിയുടെ തലയിൽ ഒരു തകിടിൽ എന്തോ ചെയ്ത് അതിന്റെ വായ്ക്കകത്തൂടെ കുത്തിക്കയറ്റി വെച്ച് ഇങ്ങനെ കുഴിച്ചു വെച്ചിരുന്നു. രാത്രി അങ്ങാണ്ട കുഴിച്ചു വെച്ചപ്പോ അത് മീരയായി പോയി. എന്റെ ശരീരം മുഴുവൻ പുണ്ണായി. ശരീരം മൊത്തവും തലയിൽ ഒരു തകിട് വെച്ചാൽ ശരീരത്തിൽ ആരുടെയെങ്കിലും അല്ല, ഇത് ചെയ്താണ് ഞങ്ങൾ പിടിച്ച് കാണും. പക്ഷെ അതുകൊണ്ടായിരിക്കില്ല പുണ്ണു വന്നത്. മറ്റെന്തെങ്കിലും അല്ലല്ല, ഈ ചെയ്ത ആളിനെ ഞങ്ങൾ ഇതെല്ലാരും ഇത് കണ്ട് ഇവരവിടെ പോയതും ഇവരവിടെ പിന്നെ ഇത് ചെയ്തെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ചെയ്ത ആളിന്റെ വീട്ടിൽ ചെന്ന് അങ്ങേരുമായിട്ട് സംസാരിച്ച് പറഞ്ഞ അനിയ ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞ അങ്ങേര് തന്നെയാണ് എനിക്കിതിന് മറുമരുന്ന് ഓതി തന്നതും. അങ്ങേര് മരുന്ന് ഓതി തരുന്നത്. ഇപ്പൊ നമ്മളെ വിഷയം പറയാം സാർ, ഇതിൽ കൂടുതലൊക്കെ നമ്മൾ എന്താ പ്രതീക്ഷ? അല്ല, ഈ കോഴിയുടെ തലയിൽ ഈ തകിട് വെച്ചപ്പോൾ വന്ന ഈ അസുഖത്തിന് മറുമരുന്ന് എന്തായിരുന്നു? അത് മറുമരുന്ന് അങ്ങേര് തന്നെ ഒരു വെള്ളം ഓതി തന്ന്, 3 പ്രാവശ്യം വെള്ളം ഓതി തന്ന്. അങ്ങേര് തന്നെ ഓതി. അങ്ങേര് ഇങ്ങനെയുള്ള ആളാണ്. നൂല് ജപിച്ചു കൊടുക്കും, മറ്റു കാര്യങ്ങൾ. നമ്മൾ ഈ 21ാം നൂറ്റാണ്ടിൽ ഇതൊക്കെ ഒരു എനിക്കിതില് ഞാനിത് പുല്ല് വിലക്കെടുക്കുന്ന ഒരാളാണ്. ഇത് എനിക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഇല്ല. പക്ഷെ എനിക്ക് പണി കിട്ടി. അത് സത്യമാണത്. എനിക്ക് പക്ഷേ അത് എത്ര ഓർത്തിട്ടും എത്ര ആലോചിച്ചിട്ടും യുക്തിക്ക് നിരക്കുന്നില്ല. കാരണം കോഴിയുടെ തലയിൽ തകിട് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വ്രണങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും? അതായത് അങ്ങേര് എന്റെ അടുത്ത് പറഞ്ഞത്, അനിയാ നിന്റെ പിന്നെ വേറൊരു സ്ത്രീയുടെ പേര് പറഞ്ഞാണ് അവരിവിടെ വന്ന് ഇത് ചെയ്തത്, നീ പിന്നെ ക്ഷമിക്കണം, എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ നീ വിഷമിക്കണ്ട, ഒരു കാര്യം വെച്ചാലും നീ വിഷമിക്കണ്ട, ഞാൻ ഇത് മാറ്റിത്തരാന്ന് പറഞ്ഞ അങ്ങേര് തന്നെയാണ് അത് മാറ്റിയത്. അതൊരു സംഭവമാണ്. അത് നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ സത്യമാണ്. പിന്നെ നമ്മളെ ഇതിന്റെ കാര്യം ഇതിൽ കൂടുതലൊക്കെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് എന്താണ് സാറേ പ്രതീക്ഷിക്കേണ്ടത്? സാറെന്ന് പറഞ്ഞാണ് ഇതെന്ത് കഷ്ടം, എന്ത് ഗതികേടാണ്. സഖാക്കന്മാർക്ക് ജീവിക്കണ്ടേ? അവർക്ക് ജീവിക്കണമെങ്കിൽ ഏത് രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവരുണ്ടാക്കും. ഇതിനു വേണ്ടി എന്ത് വൃത്തികെട്ട പിന്നെ രീതിയിലായാലും ഇന്നിപ്പോ എല്ലാവരും ആയല്ലോ. ഇപ്പം പിന്നെ ഭാര്യയായി, ഭർത്താവായി, മരുമകനായി, അമ്മാവനായി, എല്ലാവരുമായി ഇപ്പൊ പൂർണ്ണമായി. ഇത് വളരെ ഗതികേടാണ്. ഗതികേടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഗതികേട്. അതുകൊണ്ടൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു ദുർബലമായ പിന്നെ ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം ഇത്രയും ഇത് ഇങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഉണ്ടായിരുന്നെങ്കിൽ സാറൊന്ന് സങ്കല്പിച്ചു നോക്കിയേനെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ കത്തും. ഏതായാലും വ്യക്തമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ഏതായാലും ഈ കൂടോത്രം ഒക്കെ വെളിപ്പെടുത്തലാണെങ്കിലും എനിക്ക് അതെന്തുകൊണ്ടോ വിശ്വാസമില്ലെങ്കിലും വളരെ രസകരമായി കേൾക്കാൻ ഇതൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഏതായാലും തുടർന്നും വിളിക്കുക. ഇത്തരം അനുഭവങ്ങൾ അത് കുറെ കൂടി ശാസ്ത്രീയമായാൽ നന്നായിരുന്നുവെന്നും ഞാൻ കരുതുകയാണ്. അത് ജയകുമാർ എന്നൊരു പ്രേക്ഷകൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയകുമാർ, ഈ PSC അംഗമായാൽ മാസം 2 ലക്ഷം രൂപ കിട്ടും. അങ്ങനെ അംഗമാകാൻ 60 ലക്ഷം രൂപ കൊടുക്കുന്നത് ഒക്കെ അങ്ങനെ സാധിക്കുമോ? അങ്ങനെ അതിനൊക്കെ ആളുകൾ തയ്യാറാകുമോ? നമസ്കാരം. നമസ്കാരം. ഈ ആദ്യം പറയാനുള്ളത് കൂടോത്രം അനുഭവിക്കാതിരിക്കാനുള്ള ഇടവരത്ത്.
താങ്കൾക്ക് കൂടോത്രം അനുഭവിക്കാതിരിക്കാനുള്ള ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, ആളുകൾ ഫോൺ ചെയ്ത് കിട്ടാത്തത് കൊണ്ട് ഒരു പലർക്കും പല വിശ്വാസമാണ് സാറേ. പുള്ളി പറഞ്ഞാൽ എനിക്ക് തെറ്റ് തോന്നുന്നില്ല, അത് പോട്ട് സാറേ വിടാം. പക്ഷെ ഇന്നത്തെ കാര്യം അപ്പൊ ഞാനും ഒരു മന്ത്രവാദിയെ കണ്ടുപിടിച്ച് മറുമരുന്ന് തയ്യാറാക്കി. മരണകർമ്മങ്ങള്, മന്ത്രവാദം, പിന്നെ ഈ കൂടോത്രം, ഇതൊക്കെ ഇല്ലെങ്കിൽ, മന്ത്രവാദം ഇല്ലെങ്കിൽ ഈ അമ്പലങ്ങളിൽ ഈ ഇത് നടത്തുന്ന എങ്ങനെ? മന്ത്രവാദമല്ലേ, കംപ്ലീറ്റ് മന്ത്രവാദമല്ലേ, കുടിയിരുത്തണതുമെല്ലാം. അത് പോട്ടെ സാറേ, അത് വിടാം. സാറ് ചോദിച്ചിരിക്കുന്നത് CPM പ്രതിസന്ധിയിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 7 കൊല്ലം കൊണ്ട് ഇവർ എന്തിനെങ്കിലും പ്രതിസന്ധിയിലായിട്ടുണ്ടോ? ഇവർ ഒരു കാരണത്തിലും പ്രതിസന്ധിയിലായിട്ടില്ല. കാരണം ന്യായീകരണ തൊഴിലാളികൾ ഉള്ളിടത്തോളം കാലം ഇവർ പ്രതിസന്ധിയിലല്ല. ഇവരെപ്പോഴാണ് ആകുന്നത്? ഇതുപോലെ ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പം ജനം ത്തിന് സഹിക്കാൻ വയ്യാതെ ചെയ്തു കൊടുക്കുന്നതാണ് ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പ് എല്ലാം ഇതിന് സാക്ഷിയാണ്. ഒന്ന്. രണ്ടാമത്തെ കേസാണ് ഈ 22 ലക്ഷം മേടിക്കുകയും 60 ലക്ഷത്തിന് പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തെന്ന് പറഞ്ഞത് വേറൊരു ലോക്കൽ നേതാക്കന്മാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അവിടെ P. മോഹന്റെ പേരുണ്ട്, സച്ചിൻ ദേവിന്റെ പേരുണ്ട്, മുഹമ്മദ് റിയാസിന്റെ ഇതുണ്ട്. ഈ മുഹമ്മദ് റിയാസ് അറിയാതെ നടക്കുമോ? ഇത് ഒരിക്കലും നടക്കില്ല. കൂടാതെ ഇതിനകത്ത് ഈ PSC സ്ഥാനത്തിന് മാത്രമല്ല MLA, MP, രാജ്യസഭാ സീറ്റ്, ഇതിനെല്ലാം കക്ഷിക്കും ഘടകകക്ഷികൾക്കും കൊടുക്കുന്ന അത്രയും ബിസിനസ്സാണ്. ട്രിവാൻഡ്രത്തിന് ബെരടിക്ക് പൈസ മേടിച്ചുകൊണ്ടാണ് എല്ലാവർക്കും അറിയാതുള്ള CPIയുടെ. അതുപോലെ രാജ്യസഭാ സീറ്റ് ഇപ്പം നടന്നത് ഇങ്ങനെ പൈസ മേടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഇല്ലാന്ന് പറഞ്ഞാലും നോക്കൂല. അങ്ങനെയാണെങ്കിൽ ഒരു അന്വേഷണത്തിന് വിട്ടിട്ട് ജനത്തിന് തൃപ്തി ആവട്ടെ, ഒരു അന്വേഷണത്തിന് വിട്ടിട്ടവര്. ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ പവിത്രൻ അഞ്ചരക്കണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂർ ആണ് അഞ്ചരക്കണ്ടി. ശ്രീ പവിത്രൻ കുറേ കാലമായെന്ന് തോന്നുന്നു പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. ഞാൻ ശ്രീ പവിത്രൻ്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് കാലമായെന്ന് തോന്നുന്നു, അല്ലേ? തൃശ്ശൂരിൽ നിന്ന് സുരേന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ, അങ്ങനെ മുഖവിലയ്ക്ക് എടുക്കണോ ഈ ആരോപണം? ഇത് ഒരു പുകമറയാണോ? എന്താണ് ശ്രീ സുരേന്ദ്രന് തോന്നുന്നത്? നമസ്കാരം സാറേ. ഇതിപ്പോ ഞാൻ കാണാമറയത്തുള്ളതിന് ഉത്തരം പറയാം, പിന്നെ പറയാം. കണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഈ PSC മെമ്പർമാർക്ക് ഇത്രയധികം പൈസ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ഒരു കൊല്ലം 30 ലക്ഷം രൂപ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഇവരുടെ കാലയളവിൽ 2 കോടി രൂപ ഇവർ സമ്പാദിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവർക്ക് താമസിക്കാൻ 10,000 രൂപ, പിന്നെ മറ്റ് ഒരു ഡ്രൈവറെ വെക്കാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ 6 കൊല്ലം കഴിഞ്ഞിട്ട് ഇവർക്ക് 45% പെൻഷൻ ഉണ്ടെന്നാ പറയണത്. ഇതൊക്കെ കാണുമ്പോ 60 അതിനുള്ള കൂടുതൽ കൊടുക്കാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഇതാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഈ PSC മെമ്പർമാരുടെ എണ്ണം വെട്ടി കുറയ്ക്കുക, സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകളിലെ മന്ത്രിമാരുടെ എണ്ണം കുറയ്ക്കുക, ഗവർണർ, പ്രതിപക്ഷ ഇവരുടെയൊക്കെ പേഴ്സണൽ സ്റ്റാഫുകളും എല്ലാം കുറച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വലിയൊരു ശതമാനം നമുക്ക് ഇവിടെ സമ്പാദിക്കാൻ പറ്റുന്നതാ. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ കാണാമറയത്ത് നിൽക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇതേമാതിരി തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിനെതിരെയും പൈസ പിരിച്ചിട്ട് ഇതേമാതിരി പാർട്ടിയുടെ അനുഭവമുള്ള ആൾക്കാർ തന്നെയാണ് ഇതേമാതിരി പിരിച്ചിട്ടുണ്ട്. അന്ന് ഈ വീണ ജോർജ് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പറയുന്ന വ്യക്തി അന്ന് വേറൊരു കല്യാണത്തിന്റെ ഇടയിൽ വെച്ച് കണ്ടു. അതുകൊണ്ട് വീണ ജോർജ് അന്ന് രക്ഷപ്പെട്ടതാണ്. ഇതില് ഉണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ കിട്ടും ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് പെൻഷനും കിട്ടും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇത് ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ഇതൊക്കെ ഒരു സേവന തൽപരരായ ആളുകൾക്ക് കൊടുക്കണം, അല്ലെ? ഇങ്ങനെ വലിയ തുക ശമ്പളം പറ്റുന്ന ഒരു തസ്തികകളായി മാറുന്നതിന് പകരം ഈ രാഷ്ട്രീയം എന്നതൊക്കെ ഒരു സേവന താല്പര്യരായി വരുന്നവരാണ്. അപ്പൊ രാഷ്ട്രീയ നിയമനങ്ങൾ കൂടി സേവന താല്പര്യരായ ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കും. ഇത് രാഷ്ട്രീയമായിട്ട് കൊടുക്കേണ്ട പോസ്റ്റ് അല്ല ഇത് രാഷ്ട്രീയപരമായിട്ട് ഇതിപ്പോ ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏത് ഗവൺമെന്റിലും ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പൈസയും കാര്യങ്ങളും മേടിച്ച് ഇഷ്ടം പോലെ ഇപ്പൊ ഇടതായാലും വലതായാലും, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഇടതായാലും വലതായാലും BJPക്ക് ഇവിടെ പറ്റാത്ത കാരണം BJPക്ക് അവർക്ക് പറ്റാവുന്ന സ്ഥലങ്ങൾ അവരും ചെയ്യുന്നുണ്ട്, എല്ലാ ഇതുകളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നീറ്റിന്റെ കാര്യം വരുമ്പോ എന്താ, ഇവിടെ വലിയ വാചകവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീറ്റിന്റെ വലിയ അഴിമതി തന്നെയാണ് ഇത്. വലിയ അഴിമതി കേസാണുകളായി വരുന്നത്. ജനങ്ങള് ചിന്തിക്കുന്നത് ഇതാ പറഞ്ഞത്. ഓരോരോ ഘട്ടങ്ങൾ എടുക്കുമ്പോണ്ടല്ലോ നമുക്ക് ഈ ഗവൺമെന്റ് തിരുത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോക്കിയിട്ട്. കാരണം അവനാന്റെ മന്ത്രിമാരുടെ എണ്ണം കുറച്ചാൽ തന്നെ എന്തായിരിക്കും? ഇതൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ആദ്യം ചെയ്തിരുന്നറിയാം. അവർക്കൊരു മന്ത്രി കുറവായിരിക്കും എപ്പോഴും, മറ്റുള്ള ആൾക്കാരെക്കാളും 18 മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ചീഫ് വിപ്പ്, ഇതൊന്നും ആവശ്യമില്ലാത്ത പോസ്റ്റുകളായി. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ
പൈസ മേടിക്കുക, ശമ്പളം മേടിക്കുക, ചീഫ് വിപ്പ് ഈ വക പോസ്റ്റുകൾ ഉണ്ടാക്കി. ഇടതുപക്ഷം ആ ചീഫ് വിപ്പിനെതിരെ നിന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് ആ ചീഫ് വിപ്പ് പോസ്റ്റ് ഇവരുടെ കാലത്തുണ്ടായി. അത് ശരിയല്ല. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ഗവൺമെന്റ് തിരുത്തേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് തിരുത്തേണ്ടത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശശിധരൻ വയലാറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശശിധരൻ, ഇത്തരം തസ്തികകളിൽ ഉള്ള ശമ്പളങ്ങൾ കുറയ്ക്കേണ്ടതുണ്ടോ? അതുപോലെ ഈ തസ്തികകൾ അനാവശ്യമായി ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള, മറ്റ് മാർഗമൊന്നുമില്ലാത്ത പാർട്ടി നേതാക്കളെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളായി മാറുന്നുണ്ടോ? അത് ഒരു പ്രത്യേക പാർട്ടിയുടേതല്ല, എല്ലാവരും അങ്ങനെ പെരുമാറുന്നുണ്ടോ? അതാണോ ഇത് ഒടുവിലൊരു കച്ചവടമാണ് എന്ന തരത്തിലേക്ക് സംശയങ്ങൾ ഉയർത്തിവിടുന്നത്? നമസ്കാരം മനു. നമസ്കാരം. നമസ്കാരം. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാൻ പറയുന്നത്. എല്ലാരും വിശ്വസിച്ചിരിക്കുന്ന ഒരു പേര് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണല്ലോ ഇതിനെ പറയുന്നത്. അതെ. അതുകൊണ്ട് ഇത് അങ്ങനെയല്ല, അതിന്റെ പേര് ഭേദഗതി ചെയ്തു. പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന കമ്മീഷനായിട്ട് മാറ്റിയത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന കമ്മീഷൻ എന്നാണോ PSC പേര് മാറ്റേണ്ടത്? എന്നാക്കി തീർത്തു രാഷ്ട്രീയക്കാരെല്ലാരും കൂടെ. അതുകൊണ്ടുണ്ടായ കുഴപ്പമാണ്. ഇപ്പൊ ഇവര് പാർട്ടിക്കാർക്കൊക്കെ ജോലി കൊടുക്കണ്ടേ? അതല്ലേ, അല്ല ജനത്തിന് ജോലി കൊടുക്കുക എന്നുള്ളതല്ലല്ലോ. അവരവരെ പിന്താങ്ങുന്ന പാർട്ടിക്കാർക്ക് എല്ലാ തുറമുഖത്തിനും കൂട്ടുവയ്ക്കാൻ ആള് വേണ്ടേ? അപ്പൊ അവരെ സംരക്ഷിക്കണ്ടേ? അതിനൊരു കമ്മീഷൻ ഉണ്ടാക്കി വെച്ചിരിക്കണം. പേര് PSC തന്നെയാണ്, പക്ഷെ അതിന്റെ ഡീറ്റെയിൽ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഫുൾ നെയിമാണ് ഞാൻ ഈ പറഞ്ഞ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന കമ്മീഷൻ. ഇപ്പൊ ഇതിനകത്തെ വയലാറിന്ന് വന്ന് എന്റെ കളപറിക്കുമെന്നൊക്കെ ഇന്ന് സഖാവ് ME ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ നോക്കിയിരിക്കുക വല്ലവരും കളപറിക്കാൻ വന്നിട്ടുണ്ടോന്നുള്ളത്. ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവജി എന്നൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ശിവജി, ഈ പാർട്ടിക്കാരെ സംരക്ഷിക്കാനുള്ള കമ്മീഷനായി മാറുകയാണോ നമ്മുടെ പല കമ്മീഷനുകളും? ഇതൊക്കെ ഈ ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാകുന്നുണ്ട്? വൻ തുക കൈപ്പറ്റിയ ആളുകൾ ഈ സ്ഥാനമാനങ്ങൾ കൊണ്ടിങ്ങനെ അലങ്കാരമായി നടക്കുകയാണ്. ഇതിലൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണോ? സാറേ, എനിക്കൊരു മിനിറ്റ് തന്നെ. ഞാൻ 1983 384 മാർക്ക് മേടി SLC പാസ്സായ ആളാണ്, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി. കഴിഞ്ഞ് പ്രീ ഡിഗ്രി 2 വർഷം ആലത്തൂർ SN കോളേജിലും പഠിച്ചു. സാറിന് ഞാനിപ്പോ ടാപ്പിംഗ് തൊഴിലാണ് ചെയ്യണേ. സംതൃപ്തനാണ് കേട്ടോ, അത് വേറെ കാര്യം. ഒരു പാർട്ടിയിലും ഒന്നിലും നമ്മൾ പ്രവർത്തിക്കുന്ന ഒന്നുമില്ല, ഒരു പാർട്ടിക്കാർക്കും ഇല്ല. പറയുമ്പോൾ ഞാൻ BJP അനുകൂലമായിട്ട് സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് മുമ്പിലത്തെ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ രാഷ്ട്രീയക്കാർക്കായിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണത്, രാഷ്ട്രീയക്കാർക്കായിട്ട് വീതം വെച്ച് കൊടുക്കുകയാണ്. ഇവര് സൂചിച്ച് ജീവിക്കുക, രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും. നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി വിഷയം ഉണ്ടായല്ലോ കഴിഞ്ഞ ദിവസം. ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ തസ്തികൾ മേലോട്ട് സാറൊന്ന് എണ്ണി നോക്കാവോ? 1, 2, 3 ചീഫ് എഞ്ചിനീയർ, മറ്റേ എഞ്ചിനീയർ, മറിച്ച് എഞ്ചിനീയർ എന്ന് പറയാം. എല്ലാം പറയാൻ എനിക്ക് പോലും പറ്റില്ല. ഇവർക്കൊക്കെ കൊടുക്കുന്ന ശമ്പളവും അവരുടെ താമസസൗകര്യം, അവർക്ക് കൊടുക്കുന്ന കാറ്, ജീപ്പ്, പിന്നെ എന്തൊക്കെയാ സാധാരണ മനുഷ്യൻ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ BSCക്കൊക്കെ മുൻപ് അപേക്ഷിച്ചിട്ടുള്ള ആളൊക്കെയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് അന്നൊക്കെ ഒരു വിശ്വാസമായിരുന്നു. പേരൊക്കെ രജിസ്റ്റർ ചെയ്തു. എത്രയോ ഒരു ചെറിയ തൊഴിലായ്മ വേതനം കിട്ടുന്നൊക്കെ പറഞ്ഞു. ഒരു 10 പൈസ ഇന്നുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് ഈ രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ട്, ഇടതുപക്ഷം ആയിക്കോട്ടെ വലതുപക്ഷം ആയിക്കോട്ടെ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ജനപക്ഷം എന്നാണല്ലോ പറയണത്. ഇതൊന്നും ജനപക്ഷം അല്ലെന്നേ. ഇവരെല്ലാരും കൂടി ഈ നികുതി പിരിച്ച് കിട്ടുന്ന കാശ് തിന്ന് സൂചിച്ച് ഇവര് രസിക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്കൊക്കെ വീട്ടിലേക്ക് ഭക്ഷണം മേടിക്കാൻ വരെ വേലക്കാരുണ്ട്, വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ നാട്ടുകാരുടെ കാശ് കൊണ്ട് പെട്രോൾ അടിക്കാം, സുഖിച്ച് മന്ത്രിമാർ ജീവിക്കുന്നു. 20 മന്ത്രി 18 മന്ത്രി, ഇവിടെ ഒരു 10 മന്ത്രി മതി ശരിക്കും. ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പൊ പിണറായി വിജയന്റെ പേരിൽ എത്ര വകുപ്പുകളെ പുള്ളി കൈകാര്യം ചെയ്യുന്നത്? ഒന്നും ശാശ്വതമായിട്ട് പുള്ളി ചെയ്യുന്നില്ല എന്നുള്ള വേറെ കാര്യം. എങ്കിൽ പോലും ഇത് മാറണമെങ്കിൽ ജനം പഠിക്കണം, ജനം മാറ്റി പരീക്ഷിക്കണം. 5 വർഷം കൂടുമ്പോൾ നമ്മളൊക്കെ ഈ ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരേ പാർട്ടിക്ക് വോട്ട് ചെയ്യാനല്ലല്ലോ. നമുക്ക് പറ്റാത്തവനാണ് അവനെ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ. ഞാൻ ഇതിനെ ചെയ്യുള്ളൂ വാശി പിടിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യ സമൂഹം ഇവിടെയുണ്ട്. അവരാണ് ഇവരെല്ലാം വളർത്തുന്നത്. പെൻഷൻ എന്ന് പറയുന്ന സാധനം ആദ്യം സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെൻഷൻ എടുത്തു കളയണം. ഇവര് ജോലിക്കിരിക്കുമ്പോ കൈക്കൂലിയും വാങ്ങി സമ്പാദിച്ചു കൂട്ടുന്ന പണമുണ്ട്. പിന്നെ എന്തിനാണ് ഇവർക്ക് പെൻഷൻ? അതും ഇത്ര മനുഷ്യന്റെ ജീവിതാവസാനത്തിൽ ഉണ്ടാകുന്ന ഒരു സുരക്ഷയല്ലേ അത്? എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണല്ലോ. നമ്മളത് കോടിക്കണക്കിന് സാർവത്രിക പെൻഷന് വേണ്ടിയാണ് ഞാൻ. എത്ര സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, ബാക്കി സാധാരണക്കാരില്ലേ? അല്ല, അതാണ് സാർവത്രിക പെൻഷൻ എന്ന നയം എത്രമാത്രം പ്രായോഗികമാണോ അത്രമാത്രം ആക്കുക എന്നുള്ളതാണ്. അത് തൊഴിലാളികൾക്ക് കിട്ടണം. ഇപ്പൊ പെൻഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കും സാറേ, പെൻഷൻ കൊടുക്കുകയാണെന്ന് ആ കൊടുക്കുന്ന പൈസക്ക് ഒരു കണക്കില്ലേ? 3 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നവന് 40% കൊടുത്താൽ എത്രയായി സാറേ? 3, 4, 12, 1,20,000 അവൻ വെറുതെ ഇരുന്ന് വീട്ടിൽ നിന്ന് കാശ് പിടിക്കും സാറേ. അവന് 2 നില വീടും കാറും ബംഗ്ലാവും, അവന്റെ മക്കൾ ജോലിക്കാരും ഗൾഫിലും ഒക്കെ ആണെന്നേ.
ഞാൻ പറയുന്നത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രം പെൻഷൻ കൊടുക്കൂ. ഒരാളുടെ സാമ്പത്തിക ശേഷി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അയാൾക്ക് ജീവിക്കാൻ സാഹചര്യമുണ്ട്, അവന്റെ പെൻഷൻ കട്ട് ചെയ്ത് കളയണമെന്നേ. എനിക്കറിയാവുന്ന തൃശ്ശൂർ ഒരു അധ്യാപനം കിട്ടുന്നത് അയാൾക്ക് 80 ലക്ഷം രൂപ അയാൾ പെൻഷൻ മേടിച്ച കാശ് ബാങ്കിലിട്ടിരിക്കുക. 10-90 വയസ്സായി ഈ മനുഷ്യൻ ചത്തുപോകില്ല. എന്നിട്ട് ഇയാൾക്ക് 1 സെന്റിന് 5 ലക്ഷം അദ്ദേഹം ദീർഘായുസ്സോടെ ഇരിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. 1 ലക്ഷം രൂപ സാറ് 5 ലക്ഷം രൂപ 1 സെന്റിന് കിട്ടുന്ന 4 ഏക്കർ സ്ഥലമുണ്ട് ഇയാൾക്ക് തൃശ്ശൂർ കോർപ്പറേഷനുള്ളിൽ. യെസ്, ഏതായാലും വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് രാജൻ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു. ശ്രീ രാജൻ, CPM-നെതിരെ വരുന്ന സാധാരണ ആരോപണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി എന്ന് മാത്രമായി ഇതിനെ കണക്കാക്കണോ, അതോ ഇതെന്തൊക്കെയോ പുകയുന്നുണ്ട് എന്ന് സംശയിക്കണോ? സാറേ, ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്കൊന്നും ഒന്നും പറയരുത്. എനിക്ക് പറയാനുള്ളത് ഇടയ്ക്ക് പറയാതെ പറ്റില്ല, അതിനാണല്ലോ ഞാൻ ഒന്ന് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ശാശ്വതീകാനന്ദയുടെ അവിടെ തീ ഇട്ടു പണ്ട്. അത് പുള്ളി തന്നെ ഇട്ടതാണെന്നും പിന്നെ അവരുടെ പുള്ളിയുടെ ആശ്രമത്തിൽ പുള്ളി തന്നെ തീ ഇട്ടതാണെന്ന് പറഞ്ഞ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. അവസാനം RSSകാരനെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന്. അവരാണ് ഇട്ടെന്നുള്ള കണ്ടുപിടിക്കുകയും ചെയ്തു. AKG സെന്ററിൽ പടക്കം പൊട്ടിച്ചത് EP ജയരാജനാണെന്ന് പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു കോൺഗ്രസ്സുകാരുടെ തലയെ കെട്ടി വെക്കാനാണ്. ഇപ്പം കേസുകാരുടെ കൂടെ നടക്കുന്ന മാന്യനായ ആ നല്ല കതറിട്ട പിന്നെ കോൺഗ്രസിന്റെ നേതാവിനെ പിടിച്ചു. അവനാണ് എറിഞ്ഞെന്നുള്ളത്. മൂന്നാമത് ബാർക്കോഴ ഉണ്ടാക്കി. ബാർക്കോഴ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവര് വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ കൈക്കൂലി വാങ്ങിച്ചു, അത് പിടിച്ചു. അവസാനം രചന, സംവിധാനം, സംഭാഷണം, പിന്നെ ഡയറക്ഷൻ ഇതെല്ലാം തിരുവനന്തപുരം രാധാകൃഷ്ണന്റെ മോനാന്ന് അറിഞ്ഞപ്പോ മിണ്ടാതായി. അനക്കമില്ല ഇപ്പൊ. അതുപോലെ തന്നെ വീണ ജോർജിന്റെ സെക്രട്ടറി കാശ് വാങ്ങിച്ചു അപ്പോയിന്റ്മെന്റ് നടത്താൻ. ഭയങ്കര പ്രശ്നം, കൈക്കൂലി അയ്യോ ഒന്നും വേണ്ട. അത് പൊട്ടി പാളിഷായി. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ DC-യുടെ പിന്നെ കൈക്കൂലി വാങ്ങിച്ചു 22 ലക്ഷം. ഭയങ്കര എമൗണ്ടാണ്. അപ്പൊ ഇപ്പം പറഞ്ഞിരിക്കുകയാണ് എന്താ റിയാസ് വാങ്ങിച്ചെന്ന്. റിയാസ് അറിഞ്ഞിട്ട് പോലുമില്ല ആ പാവം. അല്ല, അങ്ങനെയല്ല, റിയാസ് വാങ്ങിച്ചെന്നല്ലേ. വാങ്ങിച്ചു. അതായത് റിയാസിന്റെ പേര് പറഞ്ഞ് ആരോ വാങ്ങിച്ചു എന്നാണ് പരാതി കൊടുത്തിരിക്കുന്ന റിയാസ്. അതല്ല, എന്നിട്ട് ഓരോരുത്തർ പറഞ്ഞു കേൾക്കണം എന്താ ഇവരങ്ങ് ദൂർത്താണ്, അഴിമതിയാണ്, അതാണ്. ബീഹാറിൽ BJP ഭരിക്കുന്ന സ്ഥലത്ത് 10 പാലങ്ങളാണ് വീണത് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട്. 200 കോടിയാണ് വെട്ടിച്ചിരിക്കുന്നത്. ഒരു അഴിമതി നടത്താത്ത ആൾക്കാർ. മഹാരാഷ്ട്രയിൽ 110 പിള്ളേർ മരിച്ചു രണ്ടാഴ്ചയില്. ഇവിടെ മരുന്നില്ല. എന്നിട്ട് വലിയ വാചകം അടിക്കുന്നു. ഭയങ്കര അയ്യോ കേരളത്തിൽ മാത്രമാണ് 7 പ്രാവശ്യം ഒബാമ ഇരുന്നപ്പം മുതല് പിന്നെ മോദി അമേരിക്ക പോവാ. എന്തിനാ അരിയുണ്ട വാങ്ങിക്കാനോ? 350 കോടിയാണ് ചെലവാക്കിയത്. അഴിമതിയുടെ കൂത്തരങ്ങാണ്. 3000 കോടിയാണ് ഇവര് അടിച്ചു മാറ്റിയത്. ഗുജറാത്തും രാജസ്ഥാനും കൂടെ ഈ നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത്. ഇതൊന്നും അഴിമതിയല്ല. എന്നിട്ട് എന്താ ബോണ്ട വിറ്റ് 8378 കോടി രൂപ വാങ്ങിച്ചു. അതൊന്നും അഴിമതിയല്ല. ഏതായാലും ശ്രീ രാജൻ, സമയം പരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അൽത്താഫ് എന്നൊരു പ്രേക്ഷകൻ എരുമേലിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അൽത്താഫ്, ഈ പ്രതിപക്ഷം പറയുന്നൊരു കാര്യം ഇത് അവരുന്നയിച്ചതല്ല, ഇത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ വന്നൊരു കാര്യമാണ്. അങ്ങനെ വന്നതാണ് എന്ന് പറയുമ്പോൾ അതിനത്ര വിശ്വസനീയതയുണ്ടോ ശ്രീ അൽത്താഫ്? സാർ, ഞാൻ മിക്ക ദിവസവും ഇതിനകത്ത് വിളിക്കാറുള്ളതാണ്. സർക്കാരിനെതിരെയുള്ള കാര്യങ്ങളും സർക്കാരിന് അനുകൂലമായിട്ടൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇത് യാതൊരു അടിസ്ഥാനമില്ലാതെ പ്രതിപക്ഷത്തിന്റെ കുടല തന്ത്രം മാത്രമാണ് സാർ. നമ്മൾ വിമർശിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം വേണം. നമുക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, നമുക്ക് വിമർശിക്കാം. അല്ലെങ്കിൽ നമുക്ക് സപ്ലൈകോയിൽ സാധനമില്ല, വിമർശിക്കാം. എന്തെങ്കിലും ക്രിയാത്മകമായ വിമർശനം ഉണ്ടെങ്കിൽ ഇത് വായി തോന്നുന്നത് വിളിച്ചങ്ങ് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ ഇതേ ചർച്ചയിൽ തന്നെ സാറായിരുന്നു ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ബാർക്കോഴ വിവാദത്തിൽ നമ്മൾ 2-3 ദിവസം ചർച്ച ചെയ്തു. ആ വിവാദത്തിന്റെ അവസ്ഥ എന്താണ് ഇപ്പൊ അത് ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിപക്ഷം എവിടെ? അദ്ദേഹം ഇപ്പൊ കൂടോത്രത്തിന് പുറകെയാണ്. പ്രതിപക്ഷക്കാരെല്ലാം കൂടോത്രവും രാജ്മോഹൻ ഉണ്ണിത്താൻ അത് മാന്തി പൊളിക്കാനും തകിടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാതൊരു അടിസ്ഥാനമില്ലാതെ സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരാകട്ടെ, രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാരാകട്ടെ, ഏതെങ്കിലും ഒരു മന്ത്രി അഴിമതിയുടെ പേരിൽ രാജിവെച്ചിട്ടുണ്ടോ? പോട്ടെ, രാജിവെക്കണ്ട. ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഉള്ള ഒരു അഴിമതി തെളിഞ്ഞിട്ടുണ്ടോ? എത്രയൊക്കെ അന്വേഷണ ഏജൻസികൾ ഇവിടെ ഒരു മന്ത്രിക്കെതിരെ സംസ്ഥാനത്ത് എനിക്കൊന്ന് ആകെ ഈ ബാലകൃഷ്ണ പിള്ളയാണ് കുറച്ചു ദിവസം ജയിലിൽ കിടന്നത്, അത് ഇളവ് ചെയ്തു കൊടുത്തു. അല്ല, സംസ്ഥാനത്ത് ഇന്ന് വരെ ഒരു മന്ത്രിയും ജയിലിൽ കിടന്നിട്ടില്ല. PK ഇബ്രാഹിം കുഞ്ഞ് അതുപോലുള്ള അഴിമതികൾ പുറത്തു വന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. LDF സർക്കാർ, ഒന്നാമത്തെ LDF സർക്കാരാകട്ടെ, രണ്ടാമത്തെ LDF സർക്കാരാകട്ടെ, തെളിയിക്കപ്പെട്ട ഒരു അഴിമതി നമുക്ക് കാണിക്കാൻ പറ്റൂ. അല്ല, ഞാൻ പറയുന്നത് അത് മറ്റാർക്കെതിരെയും ഇല്ല. LDF സർക്കാരിനെതിരെ മാത്രമല്ല, എന്റെ അറിവിൽ
പാലാരിവട്ടം പാലം തെളിയിക്കപ്പെട്ട നമ്മുടെ കൺമുന്നിലുള്ള അഴിമതിയല്ലേ? അല്ല അതെ കൺമുന്നിലുള്ള അഴിമതിയല്ലേ? അല്ല അതേപോലെ അല്ല അതുകൊണ്ട് ഇബ്രാഹിം കുഞ്ഞ് അത് നിയമ നടപടിയുമായി പോവുകയാണ്. ഇപ്പോ അതേപോലെയാണല്ലോ കൺമുമ്പിൽ എന്ന തരത്തിലാണല്ലോ പ്രതിപക്ഷവും പറയുന്നത്. വീണ വിജയന് മാസപ്പടി കിട്ടിയെന്നത് കൺമുമ്പിലെ അഴിമതിയല്ലേ എന്ന് അവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കോടതി പറഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിയമലംഘനമല്ല അത്. അവര് പറയുന്നത് ഒരു ജോലിയും ചെയ്യാതെ വീണ വിജയന് മാസം ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടിരുന്നു എന്നതാണ് അവരുടെ ആരോപണം. നമ്മുടെ മുന്നിലുള്ള പുകമറയല്ലാതെ തെളിയിക്കപ്പെടുന്ന ഒരു അതന്നെ ഞാൻ പറയുന്നത്. ആരുടെയും തെളിയിക്കപ്പെടുന്നില്ല. ഈ ബാലകൃഷ്ണപിള്ളക്കെതിരെ VS അച്യുതാനന്ദൻ അന്ന് നടത്തിയ തുടർച്ചയായ പിന്തുടർന്ന് ആ പ്രശ്നത്തിന് വേണ്ടി ഇടപെട്ടൽ നടത്തിയതിൻ്റെ ഭാഗമായി ബാലകൃഷ്ണപിള്ള കുറച്ച് ദിവസം അകത്തായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ നിങ്ങൾ ഇടതുപക്ഷം പോലും അത് മറന്നുപോയി. അതാണ് അതിലെ കാര്യം. അങ്ങനെ ഞാനിപ്പോ പറഞ്ഞ ഒന്നാമത്തെയും രണ്ടാമത്തെ LDF സർക്കാരിന്റെ കാര്യമാണ്. അതിനകത്ത് നമ്മളിപ്പോ വിമർശിക്കുമ്പോൾ തുടർച്ചയായി വിവാദം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തെളിയിക്കപ്പെടുന്ന ഒരു അഴിമതി നമുക്ക് ഞാൻ LDF സർക്കാരിനെ ഞാൻ പറയുന്നതല്ല. ഞാൻ പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് BJP-ക്കാരും പറയുന്നത്. മോദി സർക്കാർ 1ഉം 2ഉം ഒരഴിമതി ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നു. തെളിയിക്കപ്പെട്ടിട്ട് എവിടെയുണ്ട്? കഴിഞ്ഞ ദിവസം ആര് ജയിലിലായിട്ടുണ്ട്? പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ. ആർക്കെതിരെങ്കിലും ഒരു ജയിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ എല്ലാരും പറയുന്നു. ഒരാഴ്ചക്കിടയിൽ 10 പാലങ്ങളാണ് ഇടിഞ്ഞ് താഴെ വീണത്. ഇതിനകത്ത് അഴിമതിയില്ല, അത് കാറ്റടിച്ച് പറന്നു പോയതാണെന്നാണ് സാറ് പറയുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ അതൊന്നും പറയുന്നില്ല. ആ നിതീഷ് കുമാർ ഈ പാലം കെട്ടുമ്പോ ഏത് മുന്നണിയിലായിരുന്നു? മുന്നണിയിലാണെങ്കിൽ ഇപ്പൊ ഏത് മുന്നണിയിലാണെന്നല്ലോ. പാലം കെട്ടുമ്പോഴല്ലേ അഴിമതി നടന്നത്. അപ്പൊ ഏത് മുന്നണിയിലായിരുന്നു? ഇത് തകർത്തി വിടപ്പോഴേ ആരാണ് അന്വേഷിക്കേണ്ടത്? അല്ല, ഇന്ത്യ മുന്നണി അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അന്ന് ഈ നിതീഷ് കുമാറിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നത് ആരാണ്? ഇനിയും അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷയോടെ ഹൃദയത്തിന്റെ വാതിലും തുറന്നിട്ടിരിക്കുന്നത് ആരാണ്? നിങ്ങൾക്ക് അഴിമതി ആരോപണമുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും അഴിമതിക്കെതിരെ ഉയർന്നു നിന്നാൽ നമ്മുടെ ഏതായാലും അൽത്താഫ് നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. വളരെ പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അതിലൊക്കെ എനിക്ക് അങ്ങയോട് അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ട്. പക്ഷേ ഇത് പല ആളുകളും എല്ലാവരുടെയും ഒക്കെ ഒരു ന്യായീകരണം ഇങ്ങനെയായിപ്പോയി എന്നതാണ് ഇതിലെ ഒരു കാര്യം. ശരി, അൽത്താഫ്, സമയം അതിക്രമിച്ചുകൊണ്ടാണ്. മുഹമ്മദ് മഞ്ചേരി എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയും നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. എന്ത് തോന്നുന്നു ശ്രീ മുഹമ്മദ് മഞ്ചേരി? ഇങ്ങനെ ഉള്ള വിവാദങ്ങൾ വരുമ്പോൾ സാധാരണക്കാരൻ്റെ ആശ കെടുകയാണോ? എല്ലാം അഴിമതിയാണെന്നുള്ള ബോധം നമ്മളിലേക്ക് കൂടുതൽ ശക്തമായി വരികയാണോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരം. അപ്പൊ ആരെങ്കിലും ഒന്ന് ഈ ഇടതുപക്ഷ സർക്കാരിനെ ഒന്ന് അനുകൂലിക്കണ്ടേ എന്നുള്ളവർക്കാണ് ഇപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് കുറെ നേരം മനക്കെട്ട അവസാനമാണ് കിട്ടിയത്. പിന്നെ സാറിനും ലേശം സന്തോഷമുണ്ട് ഇവരെ വിളിയില്. കാരണം അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല. ഈ സർക്കാർ എന്ത് ചെയ്യണോ അതിൽ അഴിമതി കാണുകയാണ്. എന്നാൽ ഇപ്പൊ പലതും കഴിഞ്ഞു, മാസപ്പടിയും കഴിഞ്ഞു, ബാറും കഴിഞ്ഞു, മറ്റവും കഴിഞ്ഞു. അപ്പൊ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ 2 ദിവസമായിട്ട് മറ്റേത് ഇതുണ്ടായിരുന്നു, നമ്മളെ എന്താണ് കൂടോത്രം. അത് പിന്നെ ഞാൻ ഓരോ തമ്മിലില്ലതാണ്. എങ്കിലും കൂടിയിട്ട് ഈ സർക്കാരിനെ താറടിക്കായി എന്നുള്ള ഏകൊരു ഇതാ. ഈ ആദ്യ പ്രേക്ഷകൻ പറഞ്ഞു, പിന്നെയും പറഞ്ഞു, കുറെ പ്രേക്ഷകൻ പറഞ്ഞു, എന്നാ കാത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാം. നിങ്ങൾ PSC ഒരു LDCയോ ഒരു ടീച്ചേഴ്സിന്റെ ഒരു വേറുള്ളതോ ഞങ്ങൾ പറയണത് ഇത് വാങ്ങിത്തരി, ഞങ്ങൾ പൈസ തരാം. ഞങ്ങൾ അത്ര ധൈര്യമുള്ളതാണെങ്കിൽ. കാശ് അല്ല, സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും ഈ കത്തിക്കുത്ത് കേസ് പ്രതിയൊക്കെ 1ാം റാങ്കിൽ എത്തിയത് കൂടി PSCയുടെ പരീക്ഷയിലാണ് എന്ന കാര്യം കൂടി ഞാൻ ശ്രീ മുഹമ്മദിനെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും പൊതുവേ ഇത്തരം സംവാദങ്ങളുടെ ഒരു പ്രതലമാണ്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാം, രാഷ്ട്രീയത്തിനതീതമായി ആളുകൾക്ക് നിലപാടെടുക്കാം, ചിന്തിക്കാം, നാടിൻ്റെ നന്മയ്ക്കായി ഒരുമിക്കാം. ഇന്നത്തെ പൊതുവേദി അവസാനിക്കുന്നതിന് മുമ്പ് ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. ഇത് CPM-നെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് 90% ആളുകളും CPM-നെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നന്ദി.